നമസ്കാരം. ഗ്രാമീണ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. മതിലകം പുന്നക്ക ബസാറിൽ പിക്കപ്പ് വാനിടിച്ച് വയോധികൻ മരിച്ചു. ചന്ദ്രാപിനിയിൽ വീട് ആക്രമിച്ച് ഓട്ടോറിക്ഷ തല്ലിത്തകർത്ത കേസിൽ സഹോദരങ്ങളായ 2 പേർ അറസ്റ്റിൽ. ആശാപ്രവർത്തകരുടെ സമരയാത്രയ്ക്ക് തീരദേശത്ത് സ്വീകരണം. വാർത്തകൾ വിശദമായി നോക്കാം. മതിലകം പുന്നക്ക ബസാറിൽ പിക്കപ്പ് വാൻ ഇടിച്ച വയോധികൻ മരിച്ചു. പുന്നക്ക ബസാർ സ്വദേശി തളിയപ്പാടത്ത് ഖാദറാണ് മരിച്ചത്. 81 വയസ്സായിരുന്നു. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി റോഡ് മുറിച്ച് കടക്കവേ പിക്കപ്പ് വാൻ ഇടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വെള്ളിയാഴ്ച പുലർച്ചെ മരണപ്പെടുകയായിരുന്നു. മതിലകം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചന്ദ്രാപിനിയിൽ വീട് ആക്രമിച്ച് ഓട്ടോറിക്ഷ തല്ലിത്തകർത്ത കേസിൽ സഹോദരങ്ങളായ 2 പേർ അറസ്റ്റിലായി. ചന്ദ്രാപിനി സ്വദേശികളായ ഏറാക്കൽ വീട്ടിൽ കുഞ്ഞൻ എന്ന സായൂജ്, വാവ എന്ന ബിനോജ് എന്നിവരാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച രാത്രി 10-നായിരുന്നു സംഭവം. ചന്ദ്രാപിന്നി കണ്ണനാങ്കുളം ജനപ്രിയ റോഡിൽ കാര്യടത്ത് വീട്ടിൽ ഗിരീഷിന്റെ വീടിനകത്തേക്ക് ഇരുമ്പ് പൈപ്പും മരവടിയും കൈവശം വെച്ച് ഇരുവരും അതിക്രമിച്ച് കയറുകയും തുടർന്ന് വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന ഗിരീഷിന്റെ ഓട്ടോറിക്ഷ തല്ലി തകർക്കുകയും കുട്ടികളെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് കേസ്. സായുജും ബിനോജും കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡികളും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളുമാണ്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ വിൻസെന്റ്, നിഷി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, ഗിൽബർട്ട്, സൂരജ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ 100-ൽ 100ന്റെ തിളക്കവുമായി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിലെ എയ്ഡഡ്, അൺഎയ്ഡഡ് വിഭാഗങ്ങളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ചാണ് തുടർച്ചയായി 5ാം തവണയും സ്കൂൾ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. എയ്ഡഡ് വിഭാഗത്തിൽ 120 പേരാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 28 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു. അൺഎയ്ഡഡ് വിഭാഗത്തിൽ 196 വിദ്യാർത്ഥികളിൽ 27 പേർ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണ് 100% വിജയം നേടിയിരിക്കുന്നതെന്നും ഇത്തവണ ശ്രദ്ധേയമായി. 100% വിജയം നേടിയ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും E.T. ടൈസൺ MLA അഭിനന്ദിച്ചു. വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് കയ്പമംഗലം ചളിങ്ങാട് തുടക്കമായി. ജാഥയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജുള അരുണൻ അധ്യക്ഷയായി. അസോസിയേഷൻ ഏരിയ സെക്രട്ടറി രാജേഷ ശിവജി ക്യാപ്റ്റനും ഏരിയ പ്രസിഡന്റ് ബൈന പ്രദീപ് വൈസ് ക്യാപ്റ്റനും ഏരിയ ട്രഷറർ നൂറുൽ ഹുദ മാനേജറുമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത, CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, KA വിശ്വംഭരൻ, TS മധുസൂദനൻ, TV സുരേഷ്, മഹിളാ അസോസിയേഷൻ നേതാക്കളായ KB സുധ, വസന്ത മഹേശ്വരൻ, B കല, രജനി ബാബു, ശൈലജ ജയലാൽ, മല്ലിക ദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. പോരാട്ട സംഘടന എന്നത് സമത്വത്തിന് വേണ്ടി മാത്രമല്ല, ജനാധിപത്യ ആശയങ്ങൾ മുഴുവനും പൊതുസമൂഹത്തിനകത്ത് ഞങ്ങളും അതിന് അവകാശപ്പെട്ടവരാണ്, ഞങ്ങൾക്കും അത് ആവശ്യമുണ്ട് എന്നുറക്കെ പറയാൻ തൊഴിലില്ലായ്മയ്ക്കെതിരെ, അതിക്രമങ്ങൾക്കെതിരെ, അഴിമതിക്കെതിരെ എല്ലാ മേഖലയിലുമുള്ള എല്ലാ വിഭാഗം ആളുകളെയും ബന്ധപ്പെടുന്ന ആശയങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാട്ടങ്ങളിൽ നിലനിൽക്കുന്ന സംഘടനയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ കാരുണ്യ കേന്ദ്രം എടമുട്ടം മേഖലാ ഓഫീസ് നാടിന് സമർപ്പിച്ചു. പാട്ടുകുളങ്ങര അസീസ് പുറക്കുളത്തിന്റെ വസതിക്ക് സമീപമാണ് ഓഫീസ് തുറന്നത്. നിർധനരായ രോഗികളെയും നിരാലംബരായ വ്യക്തികളെയും കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ കാരുണ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ എടമുട്ടം മേഖലയിൽ ഊർജ്ജസ്വലമാക്കുന്നതിനായിട്ടാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. CPM ജില്ലാ സെക്രട്ടറി KB അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സർദാർ ഗോപാലകൃഷ്ണന്റെ മണ്ണാണ് ഇത്. സർദാർ ഗോപാലകൃഷ്ണൻ രക്തസാക്ഷിത്വം വരിച്ചത് ഏതെങ്കിലും തെറ്റ് കാണിച്ചിട്ടായിരുന്നില്ല. അദ്ദേഹം
പോലീസുകാരാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഈ നാടിനു വേണ്ടി നടത്തിയ അത്യുജ്വലമായ ഇടപെടലുകളുടെ ഘട്ടത്തിലാണ്. PT ഭാസ്കര പണിക്കർ എന്ന മലബാറിലെ ഏറ്റവും പ്രമുഖനായ സാമൂഹ്യ പ്രവർത്തകൻ ഇവിടെ പെരിഞ്ഞനത്ത് സ്കൂൾ അധ്യാപകനായിട്ടുണ്ടായിരുന്നു. അന്ന് നാട്ടിക മണപ്പുറത്തെ മനുഷ്യന്റെ ദാരിദ്ര്യം, ജീവിത പ്രതിസന്ധി, ഇതിലെല്ലാം ഇടപെട്ടുകൊണ്ട് KTD കിരൺ അധ്യക്ഷനായി. തുടർന്ന് ആരോഗ്യരക്ഷാ ഉപകരണങ്ങളുടെ ഏറ്റുവാങ്ങൽ CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉപകരണങ്ങളുടെ വിതരണവും 500 അംഗ രക്തദാന സേന ഡയറക്ടറി പ്രകാശനം ഡോക്ടർ EK രാമചന്ദ്രനും നിർവഹിച്ചു. വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നാട്ടിക ഫർക്കാർ റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതിപ്രകാശ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കാരുണ്യ കേന്ദ്രം കോർഡിനേറ്റർ PS ഷജിത്ത്, കൺവീനർ PM അബ്ദുൾ മജീദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ BR ബാബു, TS മധുസൂദനൻ, PA രാമദാസ്, KK ജിനേന്ദ്രബാബു, BR ജിത്ത്, സുധീർ പട്ടാലി, അസീസ് പുറക്കുളം, KK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ കാരുണ്യ കേന്ദ്രത്തിന് വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ 500,000 രൂപ സംഭാവന നൽകി. ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ വലപ്പാട് മേഖലാ രക്ഷാധികാരിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഷിനിത ആഷിഖ് ജീവനക്കാരിൽ നിന്നും തുക ഏറ്റുവാങ്ങി. മുൻപ് കാരുണ്യ കേന്ദ്രത്തിന് ബാങ്ക് 25,000 രൂപ നൽകിയിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് ബിനു N ശ്രീധർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി VR ബാബു, VS ജ്യോതിബസു, CR ഷൈൻ, പ്രേംകുമാർ കാരയിൽ, സുധി പൊക്കാഞ്ചേരി, KV ഗോപാലകൃഷ്ണൻ, അശോകൻ പാലിശ്ശേരി, ശേഖരൻ പരിച്ചമ്പുരയ്ക്കൽ, KK കിഷോർ, MJ ജിജി എന്നിവർ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു വലിയ പുതിയ പ്രൊജക്റ്റ് ആയിട്ട് വരുന്നതാണ് ഈ പാലിയേറ്റീവ് പരിചരണം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക, താഴെത്തട്ടിലുള്ളവർക്ക് കൂടുതലായിട്ടും എത്തിക്കുക എന്നുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു വിഷയം. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കാരുണ്യ കേന്ദ്രങ്ങളും പ്രവർത്തനം ആരംഭിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നടത്തണം എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ പാലിയേറ്റീവ് പരിചരണ വിഭാഗക്കാരോടും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളുടെ പഞ്ചായത്തിൽ തന്നെ ഈ പാലിയേറ്റീവ് വിഭാഗം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് താഴെത്തട്ടിലുള്ള ആളുകൾക്ക് സഹായം എത്തിക്കാനായിട്ട് ഒരുപാട് സന്നദ്ധ സേവന പ്രവർത്തകരുടെ കൂടെ സഹായം ആവശ്യമായിട്ട് വരും. തൃപ്പയാർ വെൽഫെയർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. NES കോളേജിൽ നടന്ന ചടങ്ങ് NES ചെയർമാൻ ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. പരിസരവാസികളായ വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. NES കോളേജ് പ്രിൻസിപ്പൽ NC അനീജ, ഓഫീസ് സ്റ്റാഫുകളായ VR ബിജു, KS ജിഷ, KR രമ്യ, KS ബിനി, NR ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ആലോചിച്ചാണ് പെട്ടെന്ന് അല്പം കുറച്ച് ബുക്കുകൾ, അതൊരു വെൽഫെയർ കൂട്ടായ്മ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിതിൻ്റെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. വെൽഫെയർ കൂട്ടായ്മയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് കുറച്ച് പഠന ഉപകരണങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇന്ന് ഈ നോട്ട് ബുക്സും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പഠന ഉപകരണങ്ങളും നൽകുന്നത്. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ 3ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള 250-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ത്രിദിന സഹവാസ ശിബിരമായ ഉജ്ജ്വൽ ദർശൻ സമാപിച്ചു. വിവേകാനന്ദ വിചാരകേന്ദ്രം കന്യാകുമാരിയുടെ കാര്യകർത്താവ് രാധാദേവിയും സംഘവും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സമാപന യോഗത്തിൽ സ്കൂൾ മാനേജർ PS രാമചന്ദ്രൻ അധ്യക്ഷനായി. വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരി അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി രാധാദേവി, ഡയറക്ടർ ബോർഡ് മെമ്പറും ശിബിര പ്രമുഖുമായ KS കനകൻ, സ്കൂൾ വെൽഫെയർ പ്രസിഡന്റ് AB ശരൺ, ട്രസ്റ്റ് സെക്രട്ടറി IA മോഹൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ വിദ്യാർത്ഥികൾ ഒരുമിച്ച്, വിദ്യാർത്ഥികൾ മാത്രമല്ല അവരുടെ അധ്യാപകർ, അനധ്യാപകർ, ട്രസ്റ്റ് മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇവിടെ പല വിദ്യാർത്ഥികളും പറയണ്ടായി, രാധാദീദിയുടെ ക്ലാസ് നന്നായി, മറ്റു പലരുടെ ക്ലാസ്സുകൾ നന്നായിട്ടുണ്ട്, ഭക്ഷണം നന്നായി, പിന്നെ ആരോടെ പറയുന്നതായിട്ട് കുളി അപാരമായിരുന്ന ആന കുളി. അപ്പൊ ജീവിതത്തിൽ ഇനി അത് മറക്കില്ല. ഇതേപോലെ ഒരു ആന കുളി എങ്ങനെ എവിടുന്നാ കിട്ടുക അല്ലേ? കടൽ സൈഡിൽ പോയി ക്യാമ്പ് ഫയർ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ഇതൊക്കെ ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇതുവരെ കഴിച്ച ഭക്ഷണം മാത്രമല്ല മക്കളെ, ഇന്ന് പ്രധാനം ഉണ്ട് കേട്ടാ. ദേശീയപാത 66 എടമുട്ടം പാലപ്പെട്ടിയിൽ സിമന്റ് ടാങ്കർ വാഹനം മറിഞ്ഞ അപകടം. എറണാകുളത്തു നിന്നും കാസർകോട്ടേക്ക് പോയിരുന്ന വാഹനമാണ് മറിഞ്ഞത്. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെ പാലപ്പെട്ടി പടിഞ്ഞാറേ വളവിലാണ് അപകടമുണ്ടായത്. വളവിൽ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായതെന്ന് പറയുന്നു. ഡ്രൈവർ തമിഴ്നാട് സ്വദേശി കനകവേൽ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തോട്ടാരത്ത് വീട്ടിൽ കൈരളിയുടെ വീട്ടുപറമ്പിലേക്കാണ് വാഹനം മറിഞ്ഞത്. മതിലിന്റെ ഒരു ഭാഗവും പറമ്പിലെ മരങ്ങളും നശിച്ചിട്ടുണ്ട്. +2 പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ നാട്ടിക എസ് ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 87% വിജയം. 227 പേർ പരീക്ഷ എഴുതിയവരിൽ 197 പേർ വിജയിച്ചു. 8 പേർക്ക് ഫുൾ A+ ലഭിച്ചു. പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയ ഭാരത സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കാഞ്ഞാണി പുത്തൻകുളം സെന്ററിൽ നിന്നും ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ദേശസ്നേഹികളുടെ ത്രിവർണ്ണ സ്വാഭിമാന തിരംഗ യാത്ര നടത്തി. KS ധനീഷ്, മനോജ് മാനിന, ഷൈജു ഇയാനി, പ്രവീൺ പറങ്ങനാട്ട്, ദിബിൻ ദാസ് P, പ്രേമൻ നമ്പിയത്ത്, ശാലിനി ജിനേഷ്, ലയ പ്രദീപ്, KV ബിനോജ്, പ്രദീപ് കാണാട്ട്, മഞ്ജു പ്രേംലാൽ, സുനിൽകുമാർ, മണി കല്ലാറ്റ്, വിപിൻ വെളുത്തൂർ, അഞ്ജലി, KB ശ്രീജിത്ത്, മിനി അനിൽകുമാർ, രതീഷ് കൂനത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോകം മുഴുവൻ ലോകമനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിച്ച ആ ഭീകരവാദ ആക്രമണത്തിന് അതിൻ്റെ 14ാം നാൾ അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ധീരരായ ഭാരതത്തിൻ്റെ സൈനികർ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭീകരവാദ ക്യാമ്പുകൾ ആക്രമിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ശക്തി തെളിയിച്ച ആ ദിവസം ആ ധീരരായ സൈനികർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭാരതം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന തിരംഗയാത്രയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ മണലൂര് ദേശസ്നേഹികളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള തിരംഗയാത്ര നടന്നുകൊണ്ടിരിക്കും. കാരമുക്ക് SNGS HS സ്കൂളിലെ LSS LMSS ഇൻസ്പയർ
USS നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷൈൻ വാസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപിക ജയന്തി, സ്റ്റാഫ് സെക്രട്ടറി നീല തുടങ്ങിയവർ സംസാരിച്ചു. ഈ NMMS, LSS, USS എന്നീ എക്സാമുകളൊക്കെ എഴുതി ജയിച്ചവർക്കൊക്കെ ആദ്യമൊന്നും നമ്മുടെ സ്കൂളിൽ ഇത്രയധികം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. റിസൾട്ട് ജയിച്ചു വരുന്ന കുട്ടികൾ ഇപ്പോൾ വളരെ എണ്ണത്തിൽ വളരെ കുറവ് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ വളരെയധികം നല്ല നിലവാരമുള്ള ഒരു റിസൾട്ടാണ് നമുക്കിപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് കൊല്ലങ്ങളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നിങ്ങളിവിടെ വരുത്തിയത് നിങ്ങളെ അനുമോദിക്കാനും നിങ്ങളോട് സന്തോഷം പങ്കിടുവാനാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓരോ വീടുകളിലേക്കും എത്തിച്ചേരണമെന്നായിരുന്നു പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്ന ഓരോ രീതികൾ. എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾക്ക് അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും കുറയുന്നതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് നിങ്ങളെ ഈ വേദിയിൽ അനുമോദിക്കാൻ തീരുമാനിച്ചത്. പുതിയ തലമുറ കൂടുതലായി പൊതുവിജ്ഞാനവും സാമൂഹ്യ അവബോധവും കൂടുതലായി ആർജിക്കണമെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രശസ്ത സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സുധീരൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാട്ടിക മേഖലയുടെ നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനമാണ് ബാലചന്ദ്രൻ വടക്കേടം. സാഹിത്യരംഗത്ത് ശ്രദ്ധേയനാണ്, മികച്ച എഴുത്തുകാരനാണ്, സാഹിത്യ നിരൂപകനാണ്. അതുപോലെ കേരള സാഹിത്യ അക്കാദമി, കേരള കലാമണ്ഡലം എന്നീ പ്രശസ്തമായ വേദികളിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. പ്രിയപ്പെട്ട ബാലചന്ദ്രൻ്റെ ആ സ്മരണയെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിൻ്റെ ആ സ്മാരകമായിട്ടാണ് ഈ പുരസ്കാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാനും എല്ലാവരെയും നേരിട്ട് പരിചയപ്പെടാനും എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമയപരിധിയാണ് ഒരു പ്രശ്നം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ നിർണായകമായ ഒരു ഘട്ടമാണ് SSLC പരീക്ഷ. ഇപ്പോൾ SSLC, പിന്നെ +2, അങ്ങനെ പിന്നെ കലാലയ വിദ്യാഭ്യാസങ്ങൾ കയറിപ്പോവുകയാണ്. പക്ഷേ ഒരു സുപ്രധാനമായൊരു ഘട്ടമാണ്. ഈ സുപ്രധാനമായ ആ ഒരു ഘട്ടം പിന്നിടുമ്പോൾ നിങ്ങളൊക്കെ നല്ല രീതിയിൽ വിജയം കരസ്ഥമാക്കി എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P ബിനു, രഹന ബിനീഷ്, AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, CG അജിത് കുമാർ, TV ഷൈൻ, ജീജ ശിവൻ, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, മധു അന്തിക്കാട്, PV സഹദേവൻ എന്നിവർ സംസാരിച്ചു. SSLC CBSE പരീക്ഷകളിൽ 100% വിജയം കൈവരിച്ച നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ, എസൻട്രസ്റ്റ് സ്കൂൾ, തൃപ്പയാർ ലെമർ പബ്ലിക് സ്കൂൾ എന്നീ സ്കൂളുകളെയും പ്രവാസി യുവ സംരംഭകൻ ബിജു പുളിക്കലിനെയും ചടങ്ങിൽ VM സുധീരൻ ആദരിച്ചു. ഒരിടവേള കൂടി. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം. ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ എന്റെ കേരളം.
എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ, വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ, അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായിക മേളകൾ, 6 സംസ്ഥാനതല യോഗങ്ങൾ, വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ, കലാപരിപാടികൾ, പൊതുജനങ്ങൾക്കായി മിഴിവ് ഷോർട്ട് വീഡിയോ മത്സരം. ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനായി. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ആശാപ്രവർത്തകരുടെ സമരയാത്രയ്ക്ക് വാടനപ്പള്ളി സെന്ററിൽ സ്വീകരണം നൽകി. സ്വാഗത സംഘം തൃപ്രയാർ മേഖലാ ചെയർമാൻ CM നൌഷാദ് അധ്യക്ഷനായി. ജില്ലാ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സമരയാത്ര ക്യാപ്റ്റൻ, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവിനെ സാംസ്കാരിക, സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ പ്രതിനിധികൾ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. സ്വാഗത സംഘം മേഖലാ കൺവീനർ ഗഫൂർ AM, RMPI ജില്ലാ കമ്മിറ്റി അംഗം PJ മോൻസി, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉമൈറ റഫീഖ്, കോൺഗ്രസ് മേഖലാ പ്രതിനിധി അഡ്വക്കേറ്റ് MA മുസ്തഫ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മേഖലാ പ്രസിഡന്റ് അക്ബർ, IUML പ്രതിനിധി PM ഷെരീഫ്, KAHWA നേതാവ് സിന്ധു മദൻ മോഹൻ എന്നിവർ സംസാരിച്ചു. ആശാ സമരയാത്രയുടെ വാടനപ്പള്ളി സ്വീകരണവേദിയിൽ മുൻമന്ത്രി BM സുധീരൻ യാദൃച്ഛികമായി എത്തുകയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്ക് രാജ്യസുരക്ഷ, സുരക്ഷ, കടൽ സുരക്ഷ എന്നിവ സംബന്ധിച്ച് പരിശീലന ക്ലാസ് നടത്തി. കൊച്ചി നെടുമ്പാശ്ശേരി കോസ്റ്റ് ഗാർഡ് എയർ സ്റ്റേഷനും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായാണ് കയ്പമംഗലം കമ്പനിക്കടവ് ലാൻഡിംഗ് സെന്ററിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. തീരദേശത്തിന്റെ കാവൽ സൈന്യമായ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തി തീരസുരക്ഷ ശാക്തീകരിക്കാനുള്ള നടപടികളാണ് ട്രെയിനിങ്ങിൽ സ്വീകരിച്ചത്. ട്രെയിനിംഗ് പ്രോഗ്രാമിൽ മത്സ്യത്തൊഴിലാളികൾക്ക് യഥാസമയം കാലാവസ്ഥാ മുന്നറിയിപ്പ് ലഭ്യമാകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. കോസ്റ്റ് ഗാർഡ് അധികാരി മണിക്കുട്ടൻ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങളെക്കുറിച്ചും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കായി കോസ്റ്റ് ഗാർഡ് വിങ്ങിലെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. രാജ്യസുരക്ഷയ്ക്കായി മത്സ്യത്തൊഴിലാളികളെ സജ്ജരാക്കും വിധമുള്ള മാതൃകയിലാണ് പരിശീലനം നൽകിയത്. ക്ലാസിന് ശേഷം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ സംയുക്ത സംഘം കയ്പമംഗലം ലാൻഡിംഗ് സെന്ററിൽ മത്സ്യബന്ധന യാനങ്ങളുടെ ഭൗതിക പരിശോധനയും നടത്തി.
നെടുമ്പാശ്ശേരി കോസ്റ്റ് ഗാർഡ് എയർ സ്റ്റേഷൻ അധികാരി LB ശർമ്മ, ഉത്തം നാവിക് ജുനൈദ്, ശൈലേന്ദ്ര, സാഗർ മിത്ര, നീതു സെൽവൻ, കയ്പമംഗലം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് ബാബു എന്നിവർ സംസാരിച്ചു. ആശാസമരം ജനമനസാക്ഷിയുടെ സമരമാണെന്ന് എഴുത്തുകാരനും ജില്ലാ സ്വാഗത സംഘം ചെയർമാനുമായ MP സുരേന്ദ്രൻ പറഞ്ഞു. ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് സമീപം നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ട് യോജിക്കുന്നു എന്നൊരു ചോദ്യം എൻ്റെ തന്നെ അനേകം സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുകയുണ്ടായി. നിങ്ങൾ ജീവിതത്തിൽ വിദ്യാർത്ഥി കാലത്ത് സമരം നടത്തിയതൊക്കെ പരിചയവും അനുഭവവും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പം ഞാൻ അവരോട് വളരെ ഗൗരവപൂർവ്വം ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ഇത് ഒരു വലിയ നവോത്ഥാന പ്രസ്ഥാനം തുടങ്ങി വെച്ച ഒരു നാട്ടിലെ ഒരു ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അടിയിൽ കിടക്കുന്ന, ജീവിതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അടിയിൽ കിടക്കുന്ന, ഏറ്റവും ചെറിയ വേതനം ലഭിക്കുന്ന, ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിമാരുടെ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തിനോട് നിങ്ങൾക്ക് വേറെ എന്താണ് ചെയ്യാനുള്ളതെന്ന് ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി. സമരയാത്ര ക്യാപ്റ്റൻ, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവിനെ നിരവധി സംഘടനകൾക്ക് വേണ്ടി ഹാരമണിയിച്ച് സ്വീകരിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് P ബിനു അധ്യക്ഷയായി. തൃപ്പയാർ സ്വാഗത സംഘം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TA പ്രേംദാസ്, DCC ജനറൽ സെക്രട്ടറി ദിലീപ് കുമാർ, RMPI മേഖലാ സെക്രട്ടറി KS ബിനോജ്, വലപ്പാട് പഞ്ചായത്ത് മെമ്പറും ആശാവർക്കറുമായ ഫാത്തിമ, KS ശിവരാമൻ, സരസ്വതി വലപ്പാട്, ശിവദാസൻ മഠത്തിൽ, PS ബാബു, ആശാവർക്കർ KL സുബില, PC അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈറ്റ് റോസ് കലാസംഘം അവതരിപ്പിച്ച ആശാഭരിതം തെരുവ് നാടകവും ഗാനസദസ്സും നടന്നു. കോവിഡ് ഇങ്ങനെ പിടിവിട്ട് നിൽക്കുമ്പോൾ നീ ഇങ്ങനെ പണിക്ക് പോകുന്നതാ? ഇപ്പോഴല്ലേ ഏട്ടാ ഒരു ആശാവർക്കറെ കൊണ്ട് നാട്ടുകാർക്ക് ആവശ്യമുള്ളത്. പ്രായം ചെന്നവരും ആരും ഇല്ലാത്തവരും ഒക്കെ കഷ്ടപ്പെടുക. സ്വന്തക്കാര് പോലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുക. ഏട്ടൻ സമാധാനത്തോടെ ഇരിക്കും. നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഈശ്വരൻ കാണുന്നുണ്ടെന്നേ. +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി നിരഞ്ജന KP, പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ജസ്പോൾ നടക്കലാൻ എന്നിവരെ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. സ്റ്റഡി സെന്റർ ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാനും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആൻഡോ തൊറയൻ ഷാൾ അണിയിച്ചും മധുരം നൽകിയും അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പോൾ പുലിക്കോട്ടിൽ, രേണുക റിജു എന്നിവർ സംസാരിച്ചു. ഇന്ന് +2വിൻ്റെ റിസൾട്ട് ഇന്നലെ വരികയുണ്ടായി. 77.81% അതിൻ്റെ ഈ സംസ്ഥാനത്തൊട്ടാകെയുള്ള വിജയത്തിൻ്റെ ശതമാനം. അതിൽ നിന്നൊക്കെ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലൊക്കെ ഫുൾ A+ മേടിച്ച, കഴിഞ്ഞ 2 വർഷം മുന്നേ A+ മേടിച്ച ഇന്നത്തെ +2കാർ പലർക്കും ഫുൾ A+ മേടിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ പരീക്ഷ വളരെ ടഫായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നിരഞ്ജന 98.88% മാർക്കും 94.6% മാർക്ക് ജസ്സും നേടിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകാരുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ ഉറൂസ് മുബാറക്കിന് തുടക്കമായി. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ് അങ്കണത്തിൽ ഉറൂസ് മുബാറക്ക് കമ്മിറ്റി ചെയർമാൻ PA അബൂബക്കർ ഹാജി പതാക ഉയർത്തി. മഖാം സിയാറത്തിന് മഹൽ ഖത്തീബ് KB അബൂബക്കർ സയ്യിദി നേതൃത്വം നൽകി. മദ്രസ സദർ ഉസ്മാൻ സഖാഫി, മഹല്ല് പ്രസിഡന്റ് PMA ഹക്കീം, സ്വാഗത സംഘം ഭാരവാഹികളായ അബ്ദുൾ റഷീദ്, PMA റഹീം ഹാജി, PM ഉസ്മാൻ ഹാജി, PA മുഹമ്മദ്, PT മുഹമ്മദ് അലി, ഷിയാസ് വനിത, TA നൌഷാദ്, അസീസ് മൊയ്തീൻ, അനസ്കായി, PA അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാത്രി നടക്കുന്ന മതവിജ്ഞാന സദസ്സ് സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. പേരോട് മുഹമ്മദ് അൽ ഹസരി മുഖ്യപ്രഭാഷണം നടത്തും. ശനിയാഴ്ച രാത്രി നടക്കുന്ന ആത്മീയ മജ്ലിസ് നജീബ് തങ്ങൾ മദനി ആന്ത്രോത്ത് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ഹാഫുൽ ജുനൈദ് ജൗഹരി അൽ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തും. സൈഫുദ്ദീൻ തങ്ങൾ മൂവാറ്റുപുഴ ആത്മീയ മജ്ലിസിന് നേതൃത്വം നൽകും.
ഞായറാഴ്ച രാവിലെ 9-ന് മൗലീദ് പാരായണം, തുടർന്ന് ഭക്ഷണ വിതരണം എന്നിവ നടക്കും. രാത്രി നടക്കുന്ന ഖത്തം ദുവ മജ്ലിസ് മുഹമ്മദ് ഹസീൻ നൂറാനി ഉദ്ഘാടനം ചെയ്യും. ജാഫർ സഖാഫി അൽ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ദുവാ സമ്മേളനത്തിന് നേതൃത്വം നൽകും. NCP ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട CL ജോയിക്ക് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന പരിപാടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത് ഹാരാർപ്പണം നടത്തി. തുടർന്ന് SSLC+2 ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മെമന്റോ നൽകി ആദരിച്ചു. M പത്മിനി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി UK ഗോപാലൻ, ജില്ലാ നിർവാഹക സമിതി അംഗം AT പോൾസൺ, ന്യൂനപക്ഷ സെൽ ജില്ലാ ചെയർമാൻ PSP നസീർ, NYC ജില്ലാ പ്രസിഡന്റ് സഞ്ജു കാട്ടുങ്ങൽ, നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുധീരൻ, ബ്ലോക്ക് ട്രഷറർ VG മോഹനൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ രാജൻ കരാട്ടുപറമ്പിൽ, ഷീബ രാമചന്ദ്രൻ, KC സലാഹുദ്ദീൻ, CR സുരേന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് അനിലൻ കൊടപ്പുള്ളി എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയമില്ലാതെ ഒരു രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. മാറ്റി നിർത്തേണ്ട ഒന്നല്ല രാഷ്ട്രീയം. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന സർവതലസ്പർശിയായ ഒന്നാണ് ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയം. ഇന്ത്യ രാജ്യം ഇന്ന് കടുത്ത പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പൂർണ്ണ സ്വരാജ്യമാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെട്ട ലാഹോർ കോൺഗ്രസ് 1929 അധ്യക്ഷ വഹിച്ച, അതിനു മുമ്പ് 1920-കളിൽ കോൺഗ്രസിലെ ലെഫ്റ്റ് ക്ലിക്കിന് നേതൃത്വം നൽകിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ന് ഇന്ത്യയുടെ ഭരണകക്ഷിയാൽ BJP-യാൽ സംസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മതിലകം പുന്നക്ക ബസാറിൽ പിക്കപ്പ് വാനിടിച്ച് വയോധികൻ മരിച്ചു. ചന്ദ്രാപിനിയിൽ വീടാക്രമിച്ച് ഓട്ടോറിക്ഷ തല്ലിത്തകർത്ത കേസിൽ സഹോദരങ്ങളായ 2 പേർ അറസ്റ്റിൽ. ആശാപ്രവർത്തകരുടെ സമരയാത്രയ്ക്ക് തീരദേശത്ത് സ്വീകരണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.